ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഒരു സംവിധായകനായി കളയാം, അല്ലെങ്കിൽ ഇനി ഒരു നടനായി കളയാം എന്ന് കരുതിയിട്ട് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതൊക്കെ വന്ന് ചേരുകയായിരുന്നു. പക്ഷെ പണ്ടുണ്ടായിരുന്ന അനുഭവങ്ങൾ, നമ്മുടെ ദാരിദ്ര്യത്തിന്റെ, നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളൊന്നും പിന്നീട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നെ ആവശ്യങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് സാമ്പത്തിക ആവശ്യം, മറ്റേ നമുക്ക് ആ സാമ്പത്തിക ആവശ്യങ്ങളൊന്നുമില്ല. രാത്രിയായ സിനിമയ്ക്ക് പോകണം, അന്ന് കിടക്കണം എന്നൊക്കെ പറയുന്ന അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് ഞാനല്ലെങ്കിൽ വേറൊരാൾ ചെയ്യും. അതിനകത്തിപ്പോ ഞാൻ ചെയ്തുകൊണ്ടിട്ട് ലാല് പറഞ്ഞു ജംഗ്ലി കളിക്കാൻ, അതുകൊണ്ട് കളിച്ചില്ലേ മോശമാണെന്ന് പറഞ്ഞിട്ട് രതീഷ് പോയി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പരസ്യത്തിന്റെ ഒരു ഭാഗം മാത്രം. അങ്ങനെ എത്രയോ കുഴപ്പം പിടിച്ച അതിനേക്കാൾ എന്തിന് കേരള ഗവൺമെന്റ് ലോട്ടറി നടത്തുന്നില്ല. അതിനൊന്ന് അംഗീകാരം തന്നവനടിക്കണം. അതൊക്കെ നമ്മൾ വെറുതെ പോലും. ഒരു മലയാളം പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പോലും ഫുൾ ആൻഡ് ഫുൾ ഇന്ന് തന്നെ അമേരിക്കൻ പ്രോഡക്റ്റ് നമുക്ക് പറയേണ്ടി വരും ഈ സിനിമ. കാരണം ഇതിന്റെ ഷൂട്ട് നടന്നതും ഇതിന്റെ പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ നടന്നതും എല്ലാം അമേരിക്കൻ ബേസ് ചെയ്തെന്ന് തന്നെ പറയാം. അവിടെ ഒരു മനുഷ്യന്റെ പോരാട്ടം എന്ന് ഞാൻ പറയും. ഒരാൾ അതിനുവേണ്ടി ശ്രമിച്ച് ഇവിടെ നിന്ന് ആളുകളെ അവിടെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്ത് അതെ. എന്തുകൊണ്ട് ഇത്രത്തോളം ഒരു സാഹസത്തിന് മുതിർന്നു നിങ്ങൾ? സാഹസത്തിൽ എന്നതിലുപരി റിയാലിറ്റി അതായിരുന്നു നമ്മുടെ റിയാലിറ്റി. നമ്മൾ US സെറ്റിൽഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ്. അപ്പൊ അവിടെ ഒരു അതായത് ഈ പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാം പറയണം, ഒരു മലയാളി മൂവി ഫ്രട്ടേണിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു വലിയ ആഗ്രഹത്തിൽ. കാരണം അവിടെ തമിഴിയൻസ് ആസ് എ നോർത്ത് ഇന്ത്യൻസ് ആസ് എ തെലുങ്കുവിനൊരു ഭയങ്കര ഒരു പ്രസൻസ് ഉണ്ട്. നമുക്കൊരു അമേരിക്കയിൽ ഒരു മലയാളി മൂവി ഫ്രട്ടേണിറ്റി എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടി ചേർന്നെടുത്ത് അതായിരുന്നു നമ്മുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ്. ചില കമ്പനികൾക്ക് വിഷൻ സ്റ്റേറ്റ്മെന്റ്, ആ ഒരു വിഷൻ അതാണ്. അതിന്റെ ഒരു ഇതിൽ തുടങ്ങിയൊരു പ്രോജക്ട്. ഇതോടെ മലയാളം എന്ന് പറയുന്ന ഒരു സിനിമ എന്താ ഇപ്പൊ അമേരിക്കയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തൊരു ഇംഗ്ലീഷ് സിനിമയോ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിലേക്ക് പോലെ മലയാളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം എന്താവും? ഓണസ്റ്റ്ലി അതായിരുന്നു ആശയം. അതായത് ഒരു ഇംഗ്ലീഷ് മൂവി എന്നുള്ളത്, ഞാനൊരു ഇംഗ്ലീഷ് ഫീച്ചർ ഫിലിം ആക്ച്വലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞ പോലെ ഒരു സെറ്റിംഗ് സ്റ്റേജ് സോ ടു സ്പീക്ക് അങ്ങനെ ചെയ്തൊരു പ്രോഡക്റ്റാണ്. അതേ നമ്മൾ ടീം എല്ലാവരോടും കൂടിയപ്പം എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് നമ്മളെല്ലാവരും മലയാളികളാണ്. അപ്പം അതായത് നമുക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻസും അമേരിക്കൻസും കൂടി ഉണ്ട്. പക്ഷേ 90% ആളുകൾ നമ്മളെല്ലാവരും മലയാളികളാണ്. അപ്പം എല്ലാവരും ഒരേ സ്വരത്തിൽ വാശി പിടിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മലയാള സിനിമ അതിൻ്റെ ഡസൻറ്റ് മാറ്റർ വാട്ട് ദ ഔട്ട്കം ഇസ്, മലയാള സിനിമ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വാശി. ഓക്കെ, സംവിധായകനിൽ തുടങ്ങി. ലാൽ സാർ, ഒരുപാട് സന്തോഷം. കുറെ കാലത്തിന് ശേഷം വീണ്ടും കാണാൻ പറ്റി. ഇടയ്ക്ക് എന്തോ ഈ പറഞ്ഞ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഓവർകമായി ഇപ്പൊ ഓക്കെ ആയോ? ഈ ലാൽ സാറിനെ സംബന്ധിച്ചോളം ഒരു കഥ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. ലാൽ സാറിനെ ബുക്ക് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? മുഖ്യമായിട്ടും കഥ കേൾക്കുമ്പോൾ ആ കഥയോടൊരു അറിയാതെ ഒരു അടുപ്പം തോന്നുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ചെയ്യാൻ ആവശ്യപ്പെടുന്ന കഥാപാത്രത്തിന് ആ കഥയിൽ എത്ര കണ്ട് പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര കണ്ട് അതിനകത്ത് പെർഫോം ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഈ കഥ പറയുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഒരു 2 വരിയിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് അത് നറേറ്റ് ചെയ്യുമ്പോൾ അതിൽ ആ കഥാപാത്രത്തിന്, അതായത് ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റരുത്. ആ കഥാപാത്രത്തിന് ആ കഥയിൽ എന്തോ ഒന്ന് ചെയ്യാനുണ്ട്, ഒരു പാർട്ട് അയാളുടെ വശത്തുനിന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു സംഭവമാണെങ്കിൽ പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാറില്ല. ഓക്കെ, അമേരിക്കയിലായിരുന്നു ഇതിന്റെ ഫുൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നത്. ലാൽ സാറിന് വിളിച്ചതുകൊണ്ടുകൂടെ ചോദിക്കാം, സാറിന് എപ്പോഴാ ഈ ലാൽ എന്നുള്ള പേര് വീണത്? ആരായിരുന്നു ശരിക്കും അതിന്റെ പിന്നില്? അതെന്റെ ഫാദർ ഇട്ട പേര് തന്നെയാണ്. കാരണം ഫാദർ ഒരു പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ലാൽ സലാം, ലാൽ രംഗ് എന്നൊക്കെ പറയുന്ന ചുവപ്പിനോടുള്ള ആ താല്പര്യം കൊണ്ടിട്ട് അങ്ങനെ ഒഫീഷ്യൽ പേരാണല്ലോ ശരി. പോൾ മൈക്കിൾ എന്നാണ് എന്റെ മറ്റേ ഇതിനകത്തൊക്കെ ഉള്ളത്. പക്ഷെ എന്റെ വീട്ടില് ചെറുപ്പം മുതലേ വിളിക്കുന്ന ലാൽ എന്നാണ്. ഓക്കെ, ഞാൻ കരുതി ഇനി സിനിമയിലേക്ക് വരുമ്പോ ഇതിലൊരു കഥാപാത്രത്തിനപ്പുറം ഈ സിനിമയുടെ പിന്നാമ്പുറത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് ഞാൻ കേട്ടു. സത്യമാണോ അത്? അതെ, നമ്മളൊരു ചെറിയൊരു ഇൻഡിപെൻഡന്റ് ടീമാണ് അവിടെ. ഇവിടെ ഒരു 100-200 പേര് ചെയ്യുന്ന നമ്മളൊരു 10 പേര് കൂടിയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു, പക്ഷെ ഒത്തിരി പഠിക്കുകയും ചെയ്തു. ഒരു 3 years ഈ ഒരു പ്രോജക്റ്റില് ഫ്രം പ്രീ പ്രൊഡക്ഷൻ രതീഷായിട്ട് വർക്ക് ചെയ്തു. അവിടെ സൗമ്യ ബാല ഇവരെല്ലാം ആയിട്ട് നമ്മള്
പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം ചെയ്ത് അവസാനം ഒരു ആക്ടറിന്റെ ആയിട്ടും അധികം ഒരു ഫിലിം മേക്കറിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ അതൊരു കഷ്ടപ്പാടിനുള്ളൊരു റിവാർഡായിട്ട് വന്നു. ഈ സാധാരണ നമ്മൾ അവിടെ പോയി സെറ്റിൽ ആയി കഴിഞ്ഞാൽ അവിടുത്തെ ജോലി അവിടുത്തെ കാര്യങ്ങളിലേക്ക് പോവും, അല്ലെങ്കിൽ ഈ സിനിമ എപ്പോഴാണ് പാഷൻ ആയത് അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയത്? സിനിമ എനിക്കൊന്നും എന്റെ ബ്ലഡിലുണ്ട്. അപ്പൊ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ കുട്ടിക്കാലാണല്ലോ. അപ്പോ ചെറുപ്പം തൊട്ട് ഞാൻ ലാലങ്കിളും സിദ്ദിഖ് അങ്കിളും അച്ഛനെല്ലാം ഈ കലയിൽ കാണിക്കുന്ന ഇതെല്ലാം കണ്ടിട്ട് എപ്പോഴും ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. പക്ഷെ പഠിത്തം കുടുംബം അതെല്ലാം വെച്ച് പോയി. പക്ഷെ എപ്പോഴും അവിടെ ഇതുണ്ടായിരുന്നു. അപ്പോ അവിടെ സെറ്റിലായി കഴിഞ്ഞിട്ട് രതീഷ് ഈ പ്രോജക്റ്റിനെ പറ്റി സംസാരിച്ചപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ സിനിമയുടെ എൻറ്റയർ ഫൈനാൻഷ്യൽ മോഡൽ അതുണ്ടാക്കിയത് രേഖയും കൃഷ്ണദാസ് എന്ന് പറയുന്ന നമ്മുടെ ഫൈനാൻസ് കൺട്രോളർ. അപ്പം അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽസ് കംപ്ലീറ്റ് ഇപ്പം നമ്മളൊരു ഫ്രീ ആയിട്ട്, ഐ മീൻ ഇഫ് യു ആർ വില്ലിങ്, ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ അതിനകത്ത് ബഡ്ജറ്റിങ്, ഈ പറഞ്ഞ പോലെ ലോജിസ്റ്റിക്സ്, സ്കെഡ്യൂളിങ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബേസിക്കലി സ്പിറ്റ് ഔട്ട് വാട്ട് യു നീഡ് ടു ഡു വിത്ത് റെസ്പെക്ട് ടു പൈസയുടെ ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ. മേ ബി ഓൾറെഡി മോഡൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ രേഖയും കൃഷ്ണയും കൂടെയാണ് എൻറ്റയർ ഫൈനാൻഷ്യൽ. അവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നവർ തന്നെയാണോ? അതിൽ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുകയാണോ അവിടെ ശരിക്കും? അതെ അതെ, ഞാൻ അവിടുത്തെ കോടതിയിലാണ്, അവിടുത്തെ കോടതിയുടെ ചീഫ് ഓഫ് സെക്യൂരിറ്റി ആണ്. ഓക്കെ. എല്ലാവരും അതുപോലെ തന്നെ, എല്ലാവരും IT മേഖലയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളുകളാണ്. ഓക്കെ. സാർ ഏതാണ്ട് ഒരു 40 വർഷത്തോളം ആവുന്നു. ഇനിയിപ്പോൾ വരുന്ന വർഷങ്ങളിലേക്ക് ആവുമ്പോഴത്തേക്ക് ഒരു വലിയ ചെറിയ യാത്രയല്ല, വലിയ യാത്ര. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ സ്റ്റേജുകളിൽ ശരിക്കും ഒരു 40 വർഷത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത് മനസ്സിൽ? ഒരുപാട് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അങ്ങനെ ഒരു വലിയൊരു സ്റ്റഡിയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാടുകളോ സാക്രിഫൈസോ അങ്ങനെ ഒന്നും നടത്തിയിട്ടല്ല നമ്മൾ വന്നിട്ടുള്ളത്. എന്തോ ദൈവാധീനത്തിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു അംശം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാനിപ്പോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയൊരു സംവിധായകനായി കളയാം അല്ലെങ്കിൽ ഇനിയൊരു നടനായി കളയാം എന്ന് കരുതിയിട്ട് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതൊക്കെ വന്ന് ചേരുകയായിരുന്നു. പക്ഷെ ചേരുമ്പോഴൊക്കെയും പലപ്പോഴും അവസരങ്ങൾ വരുമ്പോൾ അതിന് ഞാൻ പ്രാപ്തനാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നിയ സമയത്ത് അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സാറേ, ഇപ്പോഴേ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു തോട്ട് വന്നത് എപ്പോഴായിരുന്നു? ശരിക്കും തുടക്കം മറ്റ് പലതും ആയിരുന്നല്ലോ. അതിനു മുമ്പൊക്കെ സ്റ്റേജ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടന്നിട്ടുണ്ട്. കലാഭവന്റെ മ്യൂസിക് പരേഡ്, അതിനുശേഷം ഹരിശ്രീ, അതായത് രേഖയുടെ ഫാദറിന്റെ ആ ട്രൂപ്പില് മിമിക്രി പ്രോഗ്രാംസും സ്കിറ്റുകളും ഒക്കെ അവതരിപ്പിച്ചൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അഭിനയത്തിന് നമ്മൾ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടൊന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ജയരാജാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ജയരാജാണ് ഈ കളിയാട്ടം എന്ന് പറയുന്ന സിനിമയിലേക്ക് തന്നെ ക്ഷണിക്കുന്നതും അഭിനയിക്കുന്നതും ഒക്കെ. അപ്പൊ അതും ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ഷേക്സ്പിയറിന്റെ ഒരു കഥാപാത്രം ചെയ്യാൻ കിട്ടിയപ്പോ ഒരു അവസരം, അത് പഴയക്കളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കളിയാട്ടം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോഴും അതിൽ കിട്ടിയത് മലയാളത്തിൽ വലിയൊരു നടനെയാണ് ശരിക്കും ആ ഒരു കണ്ടെത്തല്. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു നോക്കിയപ്പോ സാർ അതിനു മുമ്പ് ഒരു ക്യാമറ പ്രസൻസ് ചെയ്തിരിക്കുന്ന മാർത്തക്കൊട്ടാർ എന്ന സിനിമയിൽ ഒരു കല്യാണ സീക്വൻസ് രണ്ടുപേരും കൂടി വന്ന് അത് യാദർശികമായി സംഭവിച്ചായിരുന്നു. അത് യാദർശികം എന്ന് പറഞ്ഞാൽ അതൊരു സിനിമാ നടിയുടെ കല്യാണമാണ്. രണ്ട് സംവിധായകരും ഒന്ന് കല്യാണത്തിന് റിസപ്ഷൻ വരുന്നു എന്നുള്ള അത്രേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിക്കും ലാലുമായിട്ട് തന്നെയാണോ. ഏത് സിനിമയ്ക്കും പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് കഥയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ കഥ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചെക്ക്മേറ്റ്സ് എന്ന് പറയുന്ന ആ പേര് എന്തുകൊണ്ട് ഈ കഥയ്ക്ക്? നമ്മൾ ഒത്തിരി ഓപ്ഷൻസ് ആലോചിച്ചു. അതായത് വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്ന് പറയുന്ന ഒരു ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പം അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ആലോചിച്ചതിന് ശേഷം നമ്മൾ ടീമായിട്ടാണ് ഈ ചെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. കാരണം ചെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു സ്ട്രാറ്റജിക് ഗെയിം. അപ്പം നമ്മുടെ സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾസോ എ മൈൻഡ് ഗെയിം. ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ പ്രേക്ഷകന്റെ മനസ്സ് വെച്ചും കളിക്കുന്നുണ്ട്. അതിനകത്തുള്ള ആളുകളും പറയും, ഫിലിപ്പ് കുര്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിൻ സോ ടു സ്പീക്ക്. ഇപ്പം ലാൽ സാറിൻ്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള
രണ്ട് ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തമ്മിലുള്ള ഒരു ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പം അങ്ങനെയാണ് ചെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ ചെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ എത്തുമ്പോൾ നാച്ചുറലി ചെക്ക്മേറ്റ് എന്നുള്ളതാണല്ലോ ഏറ്റവും അവസാനത്തെ ആ ഒരു മൂവ്. സോ ദാറ്റ്സ് വൈ എവറി മൂവ് കുഡ് ബി യുവർ ലാസ്റ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ചെക്ക്മേറ്റ് വിളിക്കുക എന്നുള്ളത്. സാറിന്റെയും സിനിമകൾ നോക്കുകയാണെങ്കിൽ ഒരു ഇതല്ല, ഇംഗ്ലീഷ് പേരുകൾ ചേർന്നിട്ടുള്ള സിനിമ പേരുകളാണ് സാറ് സംവിധാനമാണെങ്കിലും തിരക്കഥയാണെങ്കിലും നോക്കുന്നത്. അത് പർപ്പസ്ഫുള്ളി ആ കാലത്ത് അതൊരു പുതുമയായിരുന്നു. അത് അങ്ങനെ ശ്രമമായിരുന്നോ ശരിക്കും? മനഃപൂർവ്വം എന്നല്ല, തുടക്കത്തിൽ മനഃപൂർവ്വം ആയിരുന്നില്ല. അത് സമയത്ത് ആ പ്രത്യേകിച്ച് റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന പടമാണ് ഞങ്ങളുടെ ആദ്യത്തെ പടം എന്ന് തന്നെ പറയാം, ഞങ്ങളുടെ സംവിധാനം ചെയ്തത്. അതില് റാംജി റാവു എന്ന് പറയുന്ന കഥാപാത്രം കഥയിലേക്ക് കയറി വരുന്നത് ഒരു ഇന്റർവെല്ലിനോട് അടുത്ത സമയത്താണ്. അപ്പൊ അതുവരെയും ഒരു മന്നാർമത്തായുടെ നാടക കമ്പനിയും അവിടുത്തെ പ്രശ്നങ്ങളും ഒരു ദാരിദ്ര്യവും അതിനകത്ത് തമാശകളും അതിന്റെ വേദനകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയിലേക്ക് പെട്ടെന്നൊരു ഇന്റർവെല്ലോടുകൂടിയിട്ട് പുറത്തുനിന്നൊരു കഥാപാത്രം വരികയും കഥയുടെ ഗതി തന്നെ മാറിപ്പോവുകയും ചെയ്യുമ്പോൾ അയ്യോ നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഇച്ചിരി കഥ പെട്ടെന്ന് തെല്ലുപടിയാക്കി എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ റാംജി റാവു സ്പീക്കിംഗ് എന്നുള്ള പേരാണ് പടത്തിന് ഇട്ടുണ്ടാകുന്ന വന്നപ്പോൾ അതിന് കിട്ടിയ ഗുണം എന്താ വെച്ചാൽ ആ റാംജി റാവുവിന്റെ ആദ്യത്തെ ഫോൺ കോൾ വന്നപ്പോൾ ആളുകൾ തീരുമാനിച്ചു കഥയിലേക്ക് കയറി എന്ന് പറയുന്നത്. അപ്പൊ അവര് കൂടുതൽ ഇതിൽ നിന്ന് വിട്ടുപോകുന്നതിന് പകരം കൂടുതൽ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആകാനായിട്ട് അത് ഗുണം ചെയ്യും. അങ്ങനെയാണ് ആ പേര് അതിനകത്ത് ഇടാൻ കാര്യം. എനിക്കൊന്ന് ആ പേരൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പിൽക്കാലത്ത് ഇപ്പൊ ആരെങ്കിലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഹൃദീഷ് സ്പീക്കിംഗ് അതിലേക്ക് പോയത്. ഞാനിപ്പം ഡയലോഗ് മറ്റേ ഈ അടുത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, മറ്റേ വിജയരാജൻ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്. അതൊക്കെ എപ്പിക് ആണല്ലോ, അതെല്ലാം ആ ഒരു സംഭവം അത്രയ്ക്ക് എൻഗ്രേൻഡ് ആണ് നമ്മുടെ മനസ്സിൽ. ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ കോൺവെർസേഷനിൽ വന്ന് സംഭവിച്ചതായിരുന്നു? തീർച്ചയായിട്ടും അന്നൊക്കെ ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ മനുഷ്യനെ, അത് എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ റാംജി റാവു ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിലപ്പോൾ കുഞ്ഞുനാൾ പോലുള്ള ഒരുപാട് തമാശകളും കാര്യങ്ങളുടെ ഒരു വലിയൊരു ഭണ്ഡാരം തന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന അത്രയും പവർഫുൾ ആയിട്ട് നമുക്ക് പിന്നീട് പറയാൻ പറ്റാത്തത് നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്ര കണ്ടിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങള് പണ്ടുണ്ടായിരുന്ന അനുഭവങ്ങളും നമ്മുടെ ദാരിദ്ര്യത്തിന്റെ നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളൊന്നും പിന്നീട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നെ ആവശ്യങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് സാമ്പത്തിക ആവശ്യം പറ്റും, നമുക്ക് ആ സാമ്പത്തിക ആവശ്യങ്ങളൊന്നുമില്ല. രാത്രിയായ സിനിമയ്ക്ക് പോകണം, അന്ന് കിടക്കണം എന്നൊക്കെ പറയുന്ന അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും ഇങ്ങനെ ചിന്തിക്കാനും അനുഭവിക്കാനും ഒക്കെ അവസരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറി നമുക്കൊരു ഇമേജ് വന്നു, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്, അപ്പൊ അതുകൊണ്ടിട്ട് സിനിമകളുടെ സ്പീഡ് കൂട്ടണം, എണ്ണങ്ങൾ കൂട്ടണം എന്നൊക്കെ പറയുന്ന അതിലുള്ള ക്വാളിറ്റി അതനുസരിച്ച് കുറച്ചുണ്ടാവും. തീർച്ചയായിട്ടും ഈ പേരിന്റെ കൂടെ ചോദിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ എന്നുള്ള പേര് വിട്ടത് ആ സിനിമയ്ക്ക്? ഹിറ്റ്ലർ എന്നുള്ള പേര് ശരിക്ക് നമ്മുടെ വീടിനടുത്ത് ഉള്ള ഒരു ആളും അയാളുടെ മക്കളും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പുള്ളി ആ പെൺകുട്ടികളെ കാണാൻ വേണ്ടിയിട്ടുള്ള ചുറ്റിക്കറക്കലും കാര്യങ്ങളൊക്കെ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇങ്ങേര് ഭയങ്കര ടെററായിരുന്നു. അങ്ങേരെ ഹിറ്റ്ലർ എന്നാണ് നമ്മള് അയാൾ കേൾക്കാതെ നമ്മൾ വിളിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ഒരു സംഭവത്തിനകത്ത് ആ ഒരു ഹിറ്റ്ലർ എന്നുള്ള പേരുണ്ടായിരുന്നു മനസ്സിൽ. ജർമ്മനിയിലാണെങ്കിൽ അവരെ സമ്മതിക്കത്തില്ല. അന്ന് തന്നെ പോസ്റ്ററില് ഹിറ്റ്ലർ മമ്മൂട്ടിക്ക് ഷെയ്ക്കാൻ കൊടുക്കുന്ന ഒരു പോസ്റ്റർ ഞങ്ങൾ അടിച്ചായിരുന്നു. കൺഗ്രാജുലേഷൻസ്. അത് വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായതാണ്. ഈ സോഷ്യൽ മീഡിയ ഒന്നും വലിയ ഇത്രയും കുഴപ്പത്തിലല്ലാത്തതുകൊണ്ട് അങ്ങനെ തണുത്തുപോയി. ഇന്നായിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറിയത്. കേരളത്തിൽ കുറെ കൂടെ അക്സെപ്റ്റ് ഭയങ്കര ഫോർഗീവിംഗ് ആണ്. അതായത് കലയായിട്ട് കണ്ടോണ്ടിരുന്ന ഒരു കാലമാണ്. ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ ശരിക്കും? നിങ്ങൾ ഒരു സാധനം എഴുതുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടോ, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ വിചാരിക്കുമെന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായും. അതിപ്പം പല ആശയങ്ങളാണെങ്കിലും പല ഐഡിയാസ് എൻ്റെ മനസ്സിൽ വരുന്നതാണെന്നുണ്ടെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പറയണം, നീ ഇതൊന്നും എവിടെയും കൊണ്ട് പോസ്റ്റ് ചെയ്തേക്കരുത് എന്നുള്ള. അങ്ങനെ നമ്മൾ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ അതൊരു ശരിയായൊരു, അതായത് കല ഷുഡ് ബി ഡിസ്കൗണ്ടഡ് എന്നുള്ളൊരിതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരിത്. പക്ഷെ പീപ്പിൾ ടേക്ക് ഇറ്റ് സോ സീരിയസ്ലി. ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അന്ന് പറഞ്ഞ തമാശകൾ ചിലപ്പോ ഇപ്പോ പറയുമ്പോൾ അത് വേറെ തരത്തിലേക്ക് രീതിയിലേക്ക് പോയിട്ട് വന്നേക്കാം. പഴയ സിനിമകളുടെ ഏറ്റവും
ഏറ്റവും ഒരു ഓർമ്മ എന്താ ഇവരെ കുറിച്ചുള്ള ഏറ്റവും പഴയ ഒരു ഓർമ്മ ഇവർ രണ്ടുപേരെയും കണ്ടിട്ടുള്ള തന്നെ? മിമിക്രി തന്നെ. ലാലങ്കളും സിദ്ദിഖങ്കളും എല്ലാരും ഒരു മിമിക്രി പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും ഓർമ്മ. അത് എനിക്ക് പർട്ടിക്കുലർ ഇൻസിഡന്റ് ഓർമ്മയില്ലത്. ഭീമൻ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഭീമൻ ഒരു പട്ടാളക്കാരൻ. അപ്പൊ ലാലങ്കൾ അതിന്റെ മിമിക്രി ചെയ്യാ. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എണ്ണുക, ഹിന്ദിയിലായിരുന്നു. അപ്പൊ ഹിന്ദിയിൽ ഇങ്ങനെ എണ്ണു. അപ്പൊ ഞാൻ അവിടെ സൈഡിലിരുന്ന്, ഞാൻ ഭയങ്കര ചെറുതായിരുന്നു, സൈഡിൽ ലാലങ്കൾ പറഞ്ഞിങ്ങനെ വിളിക്കോ. അപ്പൊ ചിരി വന്നിട്ട് ഇങ്ങനെ ഭയങ്കര കൺട്രോൾ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അതെനിക്ക് കുറച്ച് ഓർമ്മയുണ്ട്. അമ്മ ഈയിടെ കഥ പറയുമ്പോ എനിക്ക് അതൊരു ഓർമ്മയായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ഓർമ്മയാണ്. പിന്നെ ഇവര് രണ്ടാളും എന്നെ, അങ്കിളിന്റെ ഓർമ്മയുണ്ടോ അറിയില്ല, ഒത്തിരി പറ്റിച്ച എല്ലാ ഷോവും കഴിഞ്ഞിട്ട് ആനമുട്ട കൊണ്ടുതരും എന്ന് പറയും. അപ്പൊ ഞാനപ്പൊ വിശ്വസിച്ചു. എന്റെ എല്ലാ ഷോ കഴിഞ്ഞ് ഞാൻ ബാക്ക് സ്റ്റേജിൽ പോയി ചോദിക്കും, കിട്ടിയോ? അയ്യോ ഇന്നില്ല മോളെ, നാളെ കൊണ്ടുവരാം. ഇങ്ങനെ എപ്പോഴും ഇവരെന്നെ പറ്റിച്ചത്. ഈ പറഞ്ഞ ഒരു സ്റ്റേജ് ഷോ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ വല്ലാതല്ല, ഒരുപക്ഷെ നിങ്ങൾ മോൾഡ് ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ ആ ഒരു ആളുകള്, ആ ഒരു ഓർമ്മ എങ്ങനെയാ സാറിന് ഇപ്പോ? അത് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള സംശയമില്ലാത്ത കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് നമ്മൾ പറയും, ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കാം, ആ തമാശകൾ എത്ര കണ്ടിട്ടത് എഫക്റ്റീവ് ആവും എന്നുള്ള നമുക്ക് തിരിച്ചറിയാം. ആ തമാശകൾ ഒരിക്കലും ചിലപ്പോൾ നമ്മുടെ സുഹൃത്ത് വലയത്തിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണമെന്നില്ല, അവിടെ പറയുന്ന തമാശകൾ ഇവിടെ കേൾക്കണമെന്നില്ല. ഇതൊന്നുമല്ല, ഒരു പൊതുജനത്തിന്റെ മുമ്പിൽ, നമുക്കൊരു പരിചയമില്ലാത്ത കുറെ ആളുകളുടെ മുമ്പിലേക്ക് അത് പറയുമ്പോഴുള്ള അതിന്റെ ഇമ്പാക്ട് അത് തിരിച്ചറിയുക എന്നുള്ളത് അത് സ്റ്റേജിൽ നിന്ന് തന്നെ കിട്ടിയാണ്, സ്റ്റേജിൽ നിന്ന് കിട്ടുള്ളൂ. അതല്ലാതെ അങ്ങനെ ഒരു ഇത് നമുക്ക് മുൻകൂട്ടി തീരുമാനമെടുക്കാൻ പറ്റില്ല, ഏത് വിധത്തിലായിരിക്കും തിരിച്ചടിക്കുന്നതെന്നുള്ളത് ഒരു തമാശ പറയുമ്പോൾ. അപ്പൊ അതിന് നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള ക്ലാസ് കിട്ടിയിട്ടുള്ള, നമ്മുടെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് സ്റ്റേജ് മിമിക്രി പ്രോഗ്രാം. അന്ന് ഈ മിമിക്രി എന്ന് പറയുന്ന കലാരൂപം അന്ന് ശരിക്കും ലോകത്ത് വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൽ തന്നെ രൂപം കൊണ്ട് നമ്മൾ രൂപീകരിച്ച ആ കൂടുതൽ ആളുകളാണ്. ശരിക്കും അങ്ങനെ കലാരൂപം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ വളർത്തി വരുന്നത് എന്താണ് സംഭവം? അല്ല, അതിന് മുമ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. 3 മോസ്കിറ്റോസ് കൊണ്ട് 3 കൊതുകുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബെ നാണപ്പനും, പിന്നീട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ട് കുറച്ച് മുടങ്ങി, പടയോട്ട സിനിമയിലൊക്കെ ഉണ്ട്. അദ്ദേഹവും വേറെ 2 പേരും 2 സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അത് ഈ സ്വഭാവമല്ല പ്രോഗ്രാമിന്. അതിനൊരു സ്റ്റാൻഡപ്പ് കോമഡിയുടെ സ്വഭാവമാണ്. ഒരാൾ നിന്നിട്ട് തമാശകൾ പറയും, ചില സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ അതിനകത്ത് ക്യാരക്ടേഴ്സ് ആയിട്ട് മാറുക എന്ന് പറയുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ നാട്ടിൽ ആകെയുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഫുൾ ടൈം പ്രോഗ്രാമായിട്ട് ഇതിനെ മാറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ കലാഭവനിലെ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് പ്രകാശ്, അദ്ദേഹത്തിന്റെ ഒരു ആലോചനയോട് ചേർന്നിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അതൊന്നും കാണുന്നത്. ഓക്കെ. നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പൊ അവിടെ വെച്ചിട്ടുള്ള ആളുകളെ ആണ് പരമാവധി നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പം അനുമനാണെങ്കിലും ഇദ്ദേഹമാണെങ്കിലും എന്തുകൊണ്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോയി ഒരു മാർക്കറ്റിംഗ് കൂടി ചിന്തിച്ചുകൊണ്ടാണോ? നമ്മള് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എനിക്കൊന്ന് സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിൽ ഒന്നാണ്. അതിനകത്ത് ഒബ്വിയസ്ലി ആ ഒരു ഫേസ് വാല്യൂയും മാർക്കറ്റിംഗ് ആസ്പെക്ട്സും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ചെക്ക്മേറ്റിലെ ഫിലിപ്പ് കുര്യൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഇപ്പം ലാൽ സാർ പ്ലേ ചെയ്യുന്ന ഡോണിന്റെ ക്യാരക്ടറും അതിന് ആ ഒരു ക്യാരക്ടർ ക്യാരി ചെയ്യാൻ പറ്റണം. ക്യാരി ചെയ്യാനായിട്ട് അത് ഇറ്റ്സ് എ ഹ്യൂജ് വെയിറ്റ് ഓൺ ദർ ഷോൾഡർ. അത് ഇപ്പൊ പറഞ്ഞ പോലെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും വൈ എന്നുള്ളത് ആ സമയത്തായിരിക്കും ആൻസർ ആവാൻ പോകുന്നത്. അതിപ്പോ ഞങ്ങൾ പല രീതിയിൽ ആലോചിച്ചു. ഇപ്പം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യണം. പിന്നെ അപ്പൊ ആ സമയത്താണ് ROI എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ്, മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ്, ഫേസ് വാല്യൂ ഉള്ള ആക്ടേഴ്സ് വേണം. ആ ഫേസ് വാല്യൂ ഉള്ള ആക്ടേഴ്സ് ഇല്ലാതെ കേരളത്തിൽ തിയേറ്ററുകളിൽ സിനിമ ഇറക്കുക, അതുപോലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തിയേറ്ററിൽ ഇറക്കുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയും കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് പ്രോപ്പറായിട്ട് പ്രൊഫഷണലി നമ്മൾ അപ്രോച്ച് ചെയ്ത ഒരു സംഭവമാണ്. എന്റെ തുടക്ക സമയത്ത് എന്നെ ആദ്യം വിളിക്കുന്നത് അൻസാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന അൻസാറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട്, എന്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് എനിക്കൊരു സിനിമ എടുക്കുന്നുണ്ട്, അതിനകത്തൊരു വേഷം നീ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാം. ഞാൻ അപ്പൊ തന്നെ ഒഴിവായി. ഞാൻ പറഞ്ഞു വേണ്ട, ശരിയാവില്ല. നീയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഞാനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ നീയില്ലാത്തത്? അല്ല, എനിക്ക് പറ്റിയ വേഷം അതിനകത്തില്ല. അപ്പൊ അൻസാറ് അത്യാവശ്യം
നല്ലൊരു ആർട്ടിസ്റ്റാണ്, അവൻ ഒരുപാട് പുറത്ത് പോയിട്ടുള്ളതാണ്, ഇവരുടെ സുഹൃത്താണ് എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് അയാൾക്ക് പറ്റിയൊരു വേഷമില്ല എന്ന് പറയണമെങ്കിൽ തന്നെ അതിനകത്ത് സംതിങ് എന്തോ നമുക്ക് എവിടെയോ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. എന്നാലും ഞാൻ മടിയാ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, നീ ഒന്ന് കേട്ടു നോക്കുക, അതൊന്ന് കേട്ടു നോക്കിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർ വരാൻ തയ്യാറാണ് അവിടെ നിന്ന്. ഞാൻ പറഞ്ഞു വരാനൊന്നും വേണ്ട, കാരണം വെച്ചാല് ഇത് വേണ്ടാന്നപ്പോ തന്നെ ഞാൻ മനസ്സോട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇതിനു മുമ്പ് പല പടങ്ങളും പോയിട്ട് അബ്രോഡ്, പല പടങ്ങളും അമേരിക്കയിലാണെങ്കിലും UK ഒക്കെ പോയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. അവിടെ ചെല്ലുമ്പോക്കും ഒരു തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഇല്ലാതെ കാലത്ത് എല്ലാവർക്കും ഷൂട്ടിംഗ് കൊണ്ട് വരും. പിന്നീട് മനസ്സിലായി ക്യാമറ ഇല്ലാന്ന്. അപ്പോഴാണ് അവർ ആലോചിക്കും ക്യാമറ എടുത്തിട്ടില്ലേ എന്നും മൊത്തത്തിൽ തുടങ്ങുന്ന കുഴപ്പങ്ങളല്ലാതെ. അപ്പൊ നമുക്ക് പോയിട്ട് കുറച്ചു കാലം അവിടെ പോയിട്ട് നടക്കും പോലും. അപ്പൊ ആദ്യകാലത്തിലൊക്കെ നമുക്കിങ്ങനെ പോകാനും യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള നല്ല സൗകര്യമുള്ള പരിപാടിയല്ലേ. വേറെ ആളുടെ ചെലവില് നമ്മൾ ചെലവിലും പോയിട്ട് അവിടെ പോയിട്ട് കഴിച്ചു കുടിച്ച് കുറച്ചു കാലം ഞങ്ങൾ പോരുക. ആ പടം ഇറങ്ങുകയില്ല, ആ പടം ഉണ്ടാകുകയില്ല. അപ്പൊ അത് ഒരു കൊള്ളാമെന്നിട്ട് പല പരിപാടിക്കും പോയിട്ടുണ്ട്. പിന്നീട് അതൊക്കെ മതിയായി. യാത്രയൊക്കെ ഒരുപാട് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ പോയിട്ട് ഒരാളുടെ പറ്റിച്ച് ജീവിക്കേണ്ട നല്ല സംഭവമൊക്കെ ആയി കഴിഞ്ഞപ്പോ ആ പരിപാടി തന്നെ വിട്ടു. പിന്നെ അങ്ങനെ പ്രോഗ്രാംസ് പോകാറില്ല. ഇവരിതിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ശരി അങ്ങനെ കേൾക്കാന്ന് തൊട്ട് നമ്മൾ സൂമിലാണ് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. പിന്നെ സൂമില് ഒരു മീറ്റിംഗ് വെച്ചു. അപ്പൊ അന്ന് എല്ലാവരും കൂടി വന്നപ്പോക്കും അന്ന് തന്നെ ഏറ്റവും ആദ്യം അട്രാക്ട് ചെയ്തൊരു കാര്യമായിരുന്നു രേഖ ഹരിയുടെ മോളാണ് എന്നുകൊണ്ട് പരിചയപ്പെടുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഹരിയുടെ മോള് ഇത്രയായിട്ട് ഉള്ളപ്പോൾ കണ്ടാണ്. പിന്നെ എവിടെയാണെന്ന് നമുക്ക് ഐഡിയയില്ല. അപ്പൊ അവരൊക്കെ ഉണ്ട്, ഇവരെ കൂടെ ഒരു ടീമായിട്ടാണ് ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നത്. കൊള്ളാം. ഒരു തുടക്കം തന്നെ ഇവിടെ നിന്ന് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തായിരുന്നു. അതിനുശേഷം രതീഷ് കഥ പറഞ്ഞപ്പോ അതിനകത്ത് സംതിങ് ഉണ്ടല്ലോ, നടന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് തോന്നി. നടക്കില്ല എന്നപ്പോഴും അറിയാം. നടന്നാൽ കൊള്ളായിരുന്നു, പക്ഷെ കഷ്ടമാണ്. പക്ഷെ പിന്നെ ഇവരെല്ലാം കൂടെ നിർബന്ധിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തോന്നി ചെയ്യാവുന്നതിനെ തെറ്റില്ല. എന്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്, അതിനകത്ത് പെർഫോം ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭാഗമുണ്ട്. നമുക്ക് ശരി നമ്മൾ ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് എന്റെ കാര്യങ്ങളിൽ ഒരു മാറ്റം ശരിക്കും ഫീൽ ചെയ്തത്. എനിക്കത് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. കാരണം വെച്ചാൽ രതീഷ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരാളും അതിന്റെ കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള താല്പര്യത്തോട് വെറുതെ ഒരു സിനിമ കളി എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അതിന്റെ ഒരു കളർ കണ്ടിട്ടല്ലാതെ ഇതിനകത്തേക്ക് ഇറക്കി പുറപ്പെട്ട കുറെ പേര് ഒരുമിച്ച് കാണാൻ പറ്റി. അവര് കുറെ നാളുകളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ക്യാമ്പും വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അഭിനയവും കാര്യങ്ങളൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നു. ഡയലോഗ് പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിരിക്കുന്നു. മ്യൂസിക്കിന്റെ കാര്യത്തിൽ അതിനകത്തൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് സാധാരണ അമേരിക്കയിലൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ ചെല്ലുമ്പോഴും ലൊക്കേഷനൊക്കെ പോയിട്ട് അത് നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ ചെല്ലുക, അവിടെ പോലീസ് വരിക, പിന്നെ അവിടെ ഇറക്കി വിടുക, അങ്ങനെ കുറെ ഇൻസൾട്ടുകളുടെ സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഗേറ്റിന്റെ അവിടെ നിന്നൊക്കെ പോയിട്ട് ക്യാമറയൊക്കെ വെക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് അവർക്ക് ലാലാര് പറയുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് മാനം കെടുക എന്നൊക്കെ പറയുന്ന ഒരുപാട് അവസ്ഥകൾ നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റമായിട്ട് ഒരുപാട് വലിയ ലൊക്കേഷൻസ് തന്നെ പടത്തിനകത്തുണ്ട്. നമുക്കൊക്കെ ഇംഗ്ലീഷ് പടങ്ങളിൽ പോലും കാണുമ്പോൾ ഇതൊക്കെ ഇവർ എങ്ങനെ സംഘടിപ്പിക്കുന്നതിൻ്റെയൊക്കെ പെർമിഷനും കാര്യങ്ങൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ തോന്നുന്ന പോലുള്ള ലൊക്കേഷൻസ് വരെ ഇവരിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ പെർമിഷൻ വാങ്ങിച്ച് കൃത്യമായിട്ടുള്ള ക്യാമറ സംവിധാനങ്ങൾ, അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ക്യാമറയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അങ്ങനെ വളരെ എന്നാൽ ഒരു 100-150 ഉള്ള ഒരു ഗ്രൂപ്പ് അല്ല. ഒരു 10, 40, 30 ഒക്കെ വരുന്ന, പലപ്പോഴും ചിലപ്പോൾ 25 പേരൊക്കെ ഉള്ളതാണെങ്കിൽ പോലും ആ 25 പേരും ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട്, അല്ലാണ്ട് സിനിമയുടെ ഒരു ഗ്ലാമറിനേക്കാൾ ഉപരിയായിട്ട് അതൊരു ജോലിയായിട്ട് കണ്ട് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കുറെ ആളുകളെ കാണാൻ പറ്റി. അതൊരു വലിയ അനുഭവമായിരുന്നു. ഇൻഫാക്ട് ലാൽ സാറിനത് ആദ്യം കഥ പറഞ്ഞ സമയത്ത് ലാൽ സാറ് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു. നമ്മൾ വിചാരിച്ചു ഇതെന്താ ഒന്നും മിണ്ടാത്ത കുറച്ചേറെ നേരം, അതായത് ആ സമയത്ത് ഫുൾ കഥ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കഥ കൊള്ളാം, ഈ നോൺ ലീനിയർ പരിപാടി ഇത് മര്യാദയ്ക്ക് എടുക്കണം, എടുത്തില്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഷോർട്ട് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് സ്ട്രേറ്റ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഒരു സിനിമ കാണുന്ന പോലെ. മറ്റത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പറയുന്ന ഒരു രീതി കഥയ്ക്കുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ ഒരു തവണ കഥ കേട്ടാൽ പോരാ, പലതവണ സ്ക്രിപ്റ്റ് വായിച്ചാൽ പോരാ,
ഇവര് മനസ്സിൽ കണ്ടിരിക്കുന്ന ഓരോ ചിലപ്പോൾ 2 കട്ട്സ് ആയിരിക്കും വരുന്നത്. ആ 2 കട്ട്സ് എങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ എടുക്കുന്നു, എന്ത് ലൈറ്റപ്പിൽ എടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ശരിയായിട്ട് വരുള്ളൂ. നമ്മൾ കാണുന്നത് ആവില്ല ഇന്ന ആളുകൾ. അതിനൊക്കെ ഓരോരുത്തർക്കും ഓരോ വിഷ്വൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ വിശ്വസിച്ച് നമ്മൾ ആണ് നിന്നു കൊടുക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുള്ളൂ. അത് മറ്റ് എന്താ പറയാ തുലാഭാരത്തിന്റെ കഥ കേൾക്കണ പോലെയോ ആകാശങ്ങളുടെ കഥ കേൾക്കണ പോലെയോ കേൾക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. അപ്പൊ അത് എങ്ങനെ വരും എന്നുള്ളത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ അഭിനയിച്ചിരിക്കുന്ന ആ ഷോട്ട്സ് നന്നായിട്ടുണ്ട്, ആ സീൻ നന്നായിട്ടുണ്ടെന്നല്ലാതെ ടോട്ടാലിറ്റിയെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടില്ല. പക്ഷെ ഞാനതിന്റെ അവസാനം എല്ലാം കഴിഞ്ഞ് എന്റെ ഓൾമോസ്റ്റ് കോപ്പി ആയി കഴിഞ്ഞപ്പോൾ കാണിച്ചിരുന്നു. മനോഹരമായിട്ട് ഇവരത് ചെയ്തിട്ടുണ്ട്. ഈ രേഖ ഞാൻ കേട്ടൊരു കഥ എന്ന് വെച്ചാൽ അതിനിടയിൽ ജോലിക്ക് പോയിട്ട് അതിനുശേഷം വന്ന് സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടത് ശരിയാണോ? ശരിക്കും നമ്മളെല്ലാരും ഫുൾ ടീം ഫുൾ ടൈം ജോബില്ല. അപ്പൊ മോർണിംഗ് ടു ഈവനിങ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ സെറ്റ് പോകും. കുറെ എല്ലാം നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ വീക്കെൻഡ്സ്. അപ്പൊ ഒരു 3 മണിക്കൂർ ഉറക്കം ആയിരുന്നു ഒരു സ്റ്റാൻഡേർഡ് കുറെ നാള്. പക്ഷെ ഇത് നമുക്കൊരു എന്താണ് ഭയങ്കര ഒരു പാഷനായിരുന്നു. അതുകൊണ്ട് ഇതിൽ ഫുൾ ഹാർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത്. രക്തത്തിലുണ്ടെന്ന് പറഞ്ഞ ഇതാണ് നേരത്തെ. അതുപോലെ പ്ലാനിങ് ഭയങ്കരമായിരുന്നു. അതായത് ഒരു ഫുഡ് എത്തിക്കുക എന്ന് പറയുന്ന കാര്യം പോലും നിസ്സാരമായിട്ടുള്ള കാര്യമല്ലല്ലോ. അതിന്റെ ഒരു പണിക്കാരനില്ല. പ്രൊഡക്ഷൻ ടീം എന്നും പറയുന്ന ഫുഡിന്റെ സപ്ലൈസ് ഒന്നും അങ്ങനെ എല്ലാവരൊക്കെ തന്നെ ചെയ്യുക. എല്ലാം കൃത്യമായിട്ട് അതാത് സമയത്ത് വരിക, അല്ലെങ്കിൽ സമയത്തിന് ഭക്ഷണം എത്തിയില്ലെങ്കിൽ മൊത്തം കാര്യങ്ങൾ വഴി അതൊക്കെ കൃത്യമായിരുന്നു. ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് ഒരു ചെയ്തു. അത് ഒരു നല്ലൊരു നേരത്തെ തന്നെയുള്ളൊരു ഹോംവർക്ക് കൃത്യമായിട്ട് ഇവർ ചെയ്തിരുന്നു എന്നുള്ളത് ആണ് സിനിമയുടെ സക്സസ്. ശരിക്കും ഭയങ്കര കണിശക്കാരനായ ഒരാളാണോ? ഞാനോ? ഭയങ്കര സീരിയസ് ആയിട്ടുള്ള? അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ സീരിയസ് അല്ല. എല്ലാ കാര്യങ്ങളും നിസ്സാരമായിട്ട് കാണുന്ന ആളാണ്. വളരെ സിമ്പിൾ ആയിട്ട് എൻജോയ് ചെയ്ത് വളരെ അല്ല ഈ പറഞ്ഞ പോലെ പുറത്ത് കാണുന്നവരെല്ലാം വിചാരിക്കില്ല സർ വളരെ സീരിയസ് ആയിട്ട് കണിശക്കാരനായ ഒരാളായിട്ട്. ഞങ്ങളതിനകത്ത് കണ്ടുപിടിച്ചൊരു ഒരു ചെറിയ കുട്ടൻസ് എന്ന് പറയുന്നത് ഈ ജെറ്റ് ലാഗ് ഒരു ഇഷ്യൂ ആണല്ലോ. അപ്പൊ ഞങ്ങൾ റൂം അറേഞ്ച് ചെയ്ത് ഷോട്ട് എടുത്തിട്ട് ഷ്യാമാണ് ലാസാറിനെ ഫുള്ള് ഹാൻഡിൽ ചെയ്തത്. ഷ്യാം ലാസാറിനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ കിടത്തി ഉറക്കുക. അത് ഉറക്കുകയാണെങ്കിൽ സാറല്ല ഫസ്റ്റ് ഷൂട്ടിന് ഒരു മുറി കൊണ്ടുവരുത്തി. ഞാൻ ഞെട്ടിപ്പോയത് ഒരു കുപ്പി ഹെന്നസി ബ്രാൻഡ്, അതിനെന്താ കൂടെ കഴിക്കാനുള്ള സാധനങ്ങള് സോഡ. ഞാൻ ചോദിച്ചത് അല്ല സാറോട് തണുപ്പുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ അത് വേറെ ഞാൻ കഴിക്കുന്ന ആളാണ്, ഞാൻ അതിനകത്ത് ഇല്ല എന്ന് പറയുന്ന ആളാണ്. പക്ഷെ അഭിനയവും അതൊരു ജോലിയാണ്, ജോലിയും ഇതും തമ്മിൽ മിക്സ് ചെയ്യണ്ട. പക്ഷെ പല ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഞാൻ കഴിച്ചു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാല് അത് കഴിക്കാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ അവരുടെ ആളുകളുടെ ഒരു കൾച്ചറും ഒക്കെ കാര്യങ്ങളും ഒക്കെ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ വേറെ നാടാകേണ്ട ആവശ്യം വന്നപ്പോ ചെറുതായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് സിനിമയ്ക്ക് കേട്ടിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ട് കഴിച്ചു. അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഓൺ എന്ന് പറയാം. നമ്മുടെ ഇവിടെ ഭയങ്കര കാഷ്വൽ ആയിട്ട് സംസാരിക്കായിരിക്കും. പെട്ടെന്ന് ക്യാമറ റോളിംഗ് പറയുമ്പോഴേക്ക് ആ സ്ക്രിപ്റ്റ് ജസ്റ്റ് ഒരു നോക്കട്ടെ പറഞ്ഞിട്ട് 2 സെക്കൻഡ് നോക്കിയിട്ട് വലിയ മോണോലോഗ്സ് നമ്മളെല്ലാം മാസങ്ങളെടുത്ത് ബൈഹാർട്ടായി പഠിച്ച് ജസ്റ്റ് അങ്ങനെ ഡെലിവർ ചെയ്യും. ഇത് ആദ്യമായിട്ട് നോക്കി പഠിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത്ര എക്സ്പീരിയൻസ് ഒരു വർഷത്തെ പരിചയം ഞാൻ 30 വർഷത്തെ പ്രാക്ടീസ് അല്ലാതെ എളുപ്പമൊന്നും. ഞാൻ ചോദിച്ചു സാർ പ്രോംപ്റ്റിംഗ് വേണോ ആർക്ക്? അല്ല പ്രോംപ്റ്റ് ചെയ്താണ് ഒരു ലാംഗ്വേജിൽ അഭിനയിക്കാറ്. ഞാൻ തെലുങ്ക് എനിക്ക് ഒരു വാക്കുപോലും അറിയില്ലാത്തതാണ്. തെലുങ്ക് അഭിനയിച്ചു, ഇംഗ്ലീഷ് പടത്തിൽ അഭിനയിച്ചു, ഹിന്ദി വെബ് സീരീസ് അഭിനയിച്ചു, കന്നഡ ഒക്കെ അഭിനയിക്കുന്നതാണ്. അവിടെ ഒന്നും ഇപ്പൊ പ്രോംപ്റ്റ് ചെയ്തിട്ട് അഭിനയിക്കുന്നത് പ്രശ്നമില്ല. ഇതിന്റെ ഒരു ഫോട്ടോ ബാലകയുടെ കൂടിയിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. ആ വലിയ സക്സസ് ആയിരുന്നു ആ പടം. അതെ അതെ അതെ, ഇത് വലിയ സക്സസ് ആയിരുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ഇൻഡസ്ട്രി. അതൊക്കെ ഒരു രസമാണ്. മറ്റു ലാംഗ്വേജ് ഇപ്പൊ ഞാൻ ഒരു ഭോജ്പുരി പടത്തിൽ പോയി അഭിനയിച്ചായിരുന്നു. ഭയങ്കര രസമുള്ള ഒരു അനുഭവം. ഈ ലാംഗ്വേജ് എങ്ങനെ നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്? ഞാനത് ഡയലോഗ് അവരോട് ഒന്നാമത് എല്ലാ കമ്മ്യൂണിക്കേഷൻ തന്നെയല്ലേ. ഇതിനകത്തേക്ക് എക്സ്പ്രഷൻസ് ആണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഒരു അവരടുത്ത് ചോദിക്കും ഈ വാക്കിന്റെ അർത്ഥം എന്താണ്, ഈ വാക്കിന്റെ അർത്ഥം എന്താണ്, ഈ വാക്കും തമ്മിൽ കണക്റ്റഡ് ആവുന്നതാണ് വരുന്നതെന്ന് പറയുന്ന കാര്യം. ഇത് ടോട്ടൽ സിറ്റുവേഷൻ അവിടെ പറയുന്ന ഏത് ഇമോഷനിലാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പഠിക്കുക എന്ന് പറയുന്ന സംഭവം മാത്രമേ ഉള്ളൂ. ഡയലോഗ് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. അത് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് മലയാളത്തില്
ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അടുത്ത സെന്റൻസിന്റെ തുടക്കം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ പിടിക്കാം. കാരണം എനിക്ക് അതിന്റെ അതിന്റെ അർത്ഥം അറിയാം. അപ്പൊ അറിയാത്തൊരു ഭാഷയിൽ വേറെ ആൾ പ്രോംപ്റ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. ആരോഗ്യം ശബ്ദം ഉണ്ടാക്കുന്ന പോലെ നമുക്ക് തോന്നും, നമുക്ക് ഡിസ്റ്റർബൻസ് വരും. അപ്പൊ അത് ഡയലോഗ് ഓക്കെ. ഈ പഠിക്കുന്ന ഇതിനിടയിൽ ഒരു എഫ്ബിയിൽ വന്നൊരു പോസ്റ്റ് സാറിനെ കുറിച്ച്, സാറിന്റെ ഡാൻസ് കളിച്ച സിനിമ, ഈവൻ പഞ്ചാബി ഹൗസ് മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് ഡാൻസുകൾ, ചതിക്കാത്ത ചന്തു ആണെങ്കിലും കല്യാണരാമനാണെങ്കിലും, ഈ സാറിനെ ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഡാൻസിന് സാറിന് കൃത്യമായിട്ടൊരു അംഗീകാരം കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ഇട്ടിരുന്ന സാറിന്റെ അഭിപ്രായം എന്താ? ഞാനവിടെ പറഞ്ഞതാണ് ശരിക്കും. അതിന് അംഗീകാരം തന്നവനടിക്കണം. അതൊക്കെ നമ്മള് പറയുന്നത് അത് ഡാൻസ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ കലാരൂപമല്ലേ, ഒരുപാട് പഠിക്കേണ്ട കാര്യം. ഞാനിപ്പോ ഒരു സിനിമയിൽ കയറിയിട്ട് കഥകളിക്കാരനായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് എനിക്ക് കഥകളിക്കുള്ള വലിയ ആളായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് മോശം. പക്ഷെ നന്നായിട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ഡാൻസർ. അത് ശരിക്കും മിമിക്രിയുടെ വേറൊരു ഭാഗം തന്നെ പറഞ്ഞു. ഇതൊരു അനുകരണം മാത്രമാണ്. ഇത് ഒരാൾ കാണിച്ചു തരുന്നത് നന്നായി കഴിക്കും, താളത്തിലും ചെയ്യുന്നതും മാത്രം. അതിനകത്ത് അത് നൃത്തം എന്ന് പറയുന്ന കലയെ കൊണ്ട് അതിനകത്തുകൊണ്ട് കണക്ട് ചെയ്തിട്ട് കാര്യം. നമ്മൾ ഈ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത് റിസ്ക്കാണ്. കാരണം അവരോട് പോലെ സ്ഥലം, മലയാളം പോലൊരു പടം, അതിന് സാധ്യത വളരെ കുറവാണ്. ഇതിന് അനുകരണ പ്രവർത്തിച്ച് ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ അവൈലബിൾ ആയിട്ടുള്ളവരേ ഉള്ളൂ. ഈവൻ പ്രൊഡക്ഷൻ സൈഡ് ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും അങ്ങനെയുള്ളവരെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതിന്റെ ഒരു എഫേർട്ട് അവര് പിന്നീട് ഉണ്ടാക്കിയെടുത്തവരെ. തീർച്ചയായും ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് സീഡ് എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സീഡില് എന്റെ പാർട്ട്നേഴ്സ് കുറച്ച് ആളുകളുണ്ട്. അതുകൂടാതെ ഈ സിനിമയുടെ പലവട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം മെൻഷൻ എന്നെക്കാട്ടിലും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ള ചില ആളുകളുണ്ട്. ഇൻക്ലൂഡിംഗ് ഗ്രേക്കാറും സൗമ്യ രാജൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബാലചന്ദ്ര, പുള്ളി എക്സാക്ട്ലി ഫ്രം ചെന്നൈ. പിന്നെ ശ്യാം, സുനിത്, രാജീവ്, സ്വപ്നീൽ, അപ്പം ശിവ, അങ്ങനെ നീണ്ടു നീണ്ടങ്ങ് പോകും. പിന്നെ പ്രൊഡ്യൂസേഴ്സ്, മെയിൻ പ്രൊഡ്യൂസർ ലിൻഡോ ജോളി, അത് ആക്ച്വലി ഒരു ചെയ്തിട്ടുണ്ട്. പള്ളി ആദ്യം വന്നപ്പോ ഞാനൊരു അവിടെയുള്ള ഗുണ്ടാളായിരുന്നു. അയാൾ ഇങ്ങനെ കൊല്ലാൻ വരുമ്പോ ഒരു മസിലൊക്കെ ഇട്ടൊരു കെട്ടാൻ ആൾ വരുന്നു. പിന്നീട് അവൻ ആ മസിലിനകത്തൊരു ഒരു പാവം പിടിച്ച നല്ല കലയെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യ. അയാൾ പ്രൊഡ്യൂസർ കൂടിയാണ് അല്ലേ? ലിൻഡോ ജോളി അല്ലേ? ലിൻഡോ ജോളി ഫ്ലോറിഡയിലാണോ? ഫ്ലോറിഡയിലാണ്. ആ ലിൻഡോ മാത്രമല്ല, അതുപോലെ ചന്തു, സുമിത്ത്, പിന്നെ സൗമ്യ എന്ന് പറയുന്ന കുട്ടി, ഇതിനകത്ത് പല പന്തലൂക്കാരൻ, പന്തലൂക്കാരൻ, ഇവരൊക്കെ ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ട് പലരും എന്നൊക്കെ പറയുമ്പോ പോകുന്നതാണ് ഞാൻ കരുതി. പക്ഷെ ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ പോലെ പെർഫോം ചെയ്യുന്നു. അവരുടെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ അഭിനയ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അവര് ഷിഫ്റ്റ് ചെയ്തിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന, അത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു. അത് എത്ര കാലം ഇവർക്കൊക്കെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഇതുപോലെ ഈ സിനിമകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇവരുടെയൊക്കെ സ്വഭാവം നമ്മളെ പോലെയൊക്കെ ആവും. അപ്പൊ അങ്ങനെയൊക്കെ ആകാതിരിക്കട്ടെ. അവരൊക്കെ ആ വർക്കിന്റെ ഒരു സംഭവമാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു നല്ലൊരു ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു ഫീൽ ഉണ്ടാക്കാനായിട്ട് ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ലിൻഡോ ആയിട്ടൊരു കോമ്പിനേഷൻ സീന് വളരെ സീരിയസ് ആയിട്ടുള്ള സീനാണ്. ലിൻഡോ അഭിനയിക്കുന്ന സമയത്ത്, അതായത് ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ലാസാറിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മള് ഒരു രസകരമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പുള്ളിയാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞങ്ങളെല്ലാരും എഴുതിയൊരു ക്യാരക്ടറായിരുന്നു. പുള്ളിക്ക് വേണ്ടി തന്നെ എഴുതിയാൽ എളുപ്പമായിരുന്നു പോകും. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തു, എല്ലാവരും നല്ല വൃത്തിയായിട്ട് ചെയ്തു. നല്ല അവരും കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതിനകത്ത് എനിക്ക് കുറച്ച് പങ്കെടുത്തെന്ന് തോന്നുന്നു. ഞാൻ അവരുമായിട്ടൊക്കെ നമുക്കൊരു സുഹൃത്തുക്കളെ പോലെ പെട്ടെന്ന് ഇടപഴകാനായിട്ട് പറ്റി. ഇപ്പൊ നമ്മുടെ പിടിച്ചെന്ന് പറയാൻ പറ്റില്ല, അവര് ഇങ്ങോട്ട് വരുന്ന കൊടുത്തു വാങ്ങുന്ന ഒരു സംഭവമില്ല. അതിനകത്ത് തന്നെ പെട്ടെന്ന് ഒരു സിങ്കായി. നമുക്ക് ചെന്നാൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നില്ല, 2 ദിവസം ഉണ്ടായിരുന്നില്ല. വിജയത്തിലായൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴും എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി. പിന്നെ ഇവര് തിരഞ്ഞെടുത്ത ലൊക്കേഷൻസ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാവുന്ന സ്ഥലങ്ങളും നല്ല ആളുകളും അതിനൊക്കെ ഒരു നന്നായിട്ട് പേ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊന്നും കിട്ടില്ല.
ഒരുപാട് നല്ല ലൊക്കേഷൻസ്. നമ്മുടെ പ്രൊഡ്യൂസർ പുള്ളി അജൂമൻ ഇവരൊക്കെ നമ്മളെ ലൊക്കേഷൻസിന് വേണ്ടി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട്, പ്രസാദ് ശ്രീനിവാസൻ പറയുമ്പോൾ അവരുടെയൊക്കെ ലൊക്കേഷൻസ് ഹോസ്പിറ്റൽസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചു. ഹർമൻ അങ്ങനെ ഒത്തിരി കോൺടാക്ട്സ് വെച്ചിട്ട്, കാരണം അവിടെ ഹോസ്പിറ്റലിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കംപ്ലയൻസ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഓഫ് അവേഴ്സിൽ പോയി അവർക്ക് ഇൻഷുറൻസ് അതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ സത്യം. ഇതിലൊരു ഡോൺ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു, വളരെ എന്താ പറയാ രസമായിട്ട് അത് ആഴത്തിൽ ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. ഈ ഡോണിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ സാറിനെ കുറിച്ച് ഓടി വരുന്നൊരു എന്ന് വെച്ച് കഴിഞ്ഞാല് ഡേവിഡ് കാർലോസ് പടവീട് എന്ന് പറയുന്ന ബ്ലാക്കില് 20 വർഷം ആവുന്നു ആ ക്യാരക്ടർ കഴിഞ്ഞിട്ട്. എന്തെങ്കിലും എന്താ പറയാ സാറിന് എത്രത്തോളം ഒരു നടൻ എന്ന രീതിയിൽ ഇരുത്തിയ ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ ആ പേര് പേടിപ്പെടുത്തുന്ന ഒരു പേര്. ഞാൻ എന്താ ശരിക്കും ചെയ്യാൻ മടിച്ച ഒരു ക്യാരക്ടറായിരുന്നു. കാരണം വെച്ചാല് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യണ്ട എന്നുള്ള തീരുമാനം. കാരണം എന്റെ മോളെന്തോ സ്കൂളിൽ ചെന്നപ്പോ ഒരു കൂട്ടുകാരി ചോദിച്ചു, നമ്മളെന്തോ 2ാം ക്ലാസ് വെച്ച് പഠിച്ചു, നിന്റെ അച്ഛൻ ഒരു ദുഷ്ടനാണല്ലോ എന്നൊന്ന് ചോദിച്ചു. മുതൽക്കാരൻ പിന്നെ മലയാളത്തിൽ പിന്നെ വില്ലൻ ചെയ്യണ്ടെന്ന് കരുതിയിരുന്ന ബ്ലാക്ക് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളാണ്. അപ്പൊ അതിനകത്ത് രഘുവരനായിരുന്നു വേഷം ചെയ്യായിരുന്നു. രഘുവരൻ ആ സമയത്ത് എന്തോ ഒരു പ്രശ്നം പറഞ്ഞിട്ട് പുള്ളിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഷൂട്ടിംഗ് നിന്നു പോകുന്ന പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ കയറി അഭിനയിക്കാം. പക്ഷെ അതെനിക്ക് എൻ്റെ ലൈഫിലെ ഒരു ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിലൊരെണ്ണമായിട്ട് മാറി. ഈ പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു റീ റിലീസിന്റെ ട്രെൻഡും കൂടിയാണ്, സമയമാണ്. ഇപ്പൊ മത്സ്യത്താഴ് വരുന്നു, ദേവദൂതം വരുന്നു. സാറിന്റെ ലൈഫില് ഇനി ഒരു പടം നമുക്ക് സാറിന്റെ ഒരു പടം റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് പടമായിരിക്കും? ഈ ബ്ലാക്കിനെ പറ്റി പടത്തുകൂടി കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് കണ്ണൂരുള്ള ജാസ്മിൻ കൊണ്ടൊരു തിയേറ്ററിലേക്ക് ഓണറുണ്ട്. പുള്ളിയുടെ പേര് ജാസ്മ. പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞ ബ്ലാക്ക് റിലീസ് ചെയ്യണം, ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഉണ്ടാക്കണം, ചെയ്യണം, ചാന്ത് പൊട്ടി ചെയ്യണം. ഞാൻ പറഞ്ഞു വരട്ടെ, കാരണം പുതിയ സിനിമകളും പുതിയ ചിന്തകളും ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതൊരു ട്രെൻഡാണ്. ഇപ്പൊ ദേവദൂതൻ ഇപ്പൊ ഇവിടെ ഹിറ്റായിരിക്കുന്നത് ഒരു വലിയ ട്രെൻഡാണ്. ചിലപ്പോ അങ്ങനെ വേണ്ടി വന്നാൽ അത് ചെയ്യും. സാറിപ്പോ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു ചിന്ത വന്നത് നമ്മള് ഇപ്പൊ സംവിധാനം നടൻ എന്ന രീതിയിൽ പോകുന്നതിനപ്പുറം ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ മാത്രമാണോ, അത് നമുക്ക് ഇഷ്ടമുള്ള പടങ്ങൾ ചെയ്യാമെന്നുള്ള കൺസെപ്റ്റിലായിരുന്നു? അത് എന്താ വെച്ചാല് എന്തൊക്കെ പറഞ്ഞാല് എത്ര നല്ല പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞാല് നമ്മളെ ഒരു പടം ഡയറക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഉണ്ടാവും. അത് അവർ കുറ്റമായിട്ട് പറയുന്നതല്ല, അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്നെന്താ ഇവിടെ വെച്ചെടുത്താലേ അല്ല നമുക്കത് കുറച്ചുകൂടി ഒരു വലിപ്പമുള്ള ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 ലക്ഷം രൂപ ആവണം, നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോവില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യേണ്ട വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് അതല്ല ഞാൻ മനസ്സിൽ കാണുന്നത് എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ നമ്മൾ ഇവരുമായിട്ട് തർക്കിച്ചിട്ട് വേറൊരു ദിവസമൊക്കെ കൂട്ടുവെച്ച് അത് തെളിയിച്ചു കൊടുക്കണം. അതൊരു വലിയ ബാധ്യതയും ഒരു ജോലിയുമാണ്. അപ്പോൾ നമ്മളതിനെ സ്വയം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അല്ല പണത്തിനെ കരുതിയിട്ടല്ല, ഇതുകൊണ്ട് ഒരുപാട് കാശുണ്ടാക്കാമല്ലോ എന്ന് രീതിയിട്ടൊന്നും അല്ല. സാർ ഈ ട്രോളുകൾ എൻജോയ് ചെയ്യുന്ന ആളാണോ? ഏതോ ട്രോളുകൾ, തമാശകൾ വരുന്ന ട്രോളും മീമുകളും ഒക്കെ ഇതിനകത്ത് സാർ കണ്ടിട്ടുണ്ടോന്നറിയാം. ഈ നമ്മുടെ ആ ജംഗിയുമായിട്ട് കണക്ട് ചെയ്ത് സാറിന് ഒരുപാട് തമാശകൾ വരുന്നുണ്ട്. അത് പലരും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആദ്യം പരസ്യം വന്നു. അത് കൊറോണയുടെയൊക്കെ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഒരു പരസ്യം അത് ഷാരൂഖ് ഖാൻ ചെയ്യുന്നുണ്ട്, അതുപോലത്തെ വലിയ വലിയ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ചെയ്തു എന്ന് വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ അതിന്റെ പൈസയൊക്കെ മേടിച്ചിട്ട് ചെയ്ത് അത് ഒരുപാട് പേര് അതിനെപ്പറ്റി വളരെ മോശമായിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ജംഗ്ലി ഇന്നും കൂടി ചേർത്തിട്ട് വരിക എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വന്നപ്പോൾ ആദ്യമൊക്കെ നമുക്ക് അത് വലിയ വിഷമം തോന്നി. ഞാനത് ഖേദം പ്രകടിപ്പിച്ചു. എനിക്ക് അത് അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല എന്നൊക്കെ. പക്ഷെ പിന്നീടും അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ആ പരസ്യം വീണ്ടും ചെയ്യാൻ വേണ്ടി ഒന്ന് ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. അതിനകത്തൊന്നൊരു കാര്യമില്ല, വെറുതെ ചുമ്മാ ആളുകൾ കിടന്നിട്ട് പറഞ്ഞിട്ട് കാര്യം. അത് ഞാനല്ലെങ്കിൽ വേറൊരാള് ചെയ്യും. അതിനകത്ത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിട്ട് ജാലി പറഞ്ഞ് ജംഗ്ലി കളിക്കാം, അതുകൊണ്ട് കളിച്ചില്ലേ മോശമാണെന്ന് പറഞ്ഞിട്ട് ഗണേഷ് പോയി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പരസ്യത്തിന്റെ ഒരു ഭാഗം മാത്രം. അങ്ങനെ എത്രയോ കുഴപ്പം പിടിച്ച അതിനേക്കാൾ എന്തിന് കേരള ഗവൺമെന്റ് ലോട്ടറി നടത്തുന്നില്ല? അത് എത്രയോ കോടിപ്പേരെ നിരാശരാക്കിയിട്ടാണ് ഒരാളെ സന്തോഷപ്പെടുത്തുന്നത്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ
അല്ല ഇപ്പം ലാസാറിനെ പോലെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെ മാത്രമല്ല അല്ല മാത്രമല്ല ഞാൻ ഒരാളുടെ ഗാനത്തിന് ഖേദം പ്രകടിപ്പിച്ച് കഴിയുമ്പോഴെങ്കിലും അത് വിടണ്ടാണ്. പിന്നെ അതിനെ കിടന്നിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രെയിലർ ലോഞ്ചിൽ രേഖയും രാജയും കുറിച്ച് എന്തെല്ലാം കമന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അവരൊരു ഇന്റർവ്യൂ തന്നെ ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ തന്നെ ചെയ്തു. സോഷ്യൽ മീഡിയയില് കമന്റ്സ് അൺബിലീവബിൾ. അതായത് അവരെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ള ഇതാണ് പുതിയ ന്യൂ കമേഴ്സിനെ പോലും. അതൊരു വേറെ കൾച്ചർ ഉണ്ട്. ആൾക്ക് എന്തും പറയാന്ന് പറയുന്നൊരു കാര്യമില്ല, അത് ഇഗ്നോർ ചെയ്യാന്ന് പറയുന്ന. എനിക്കൊന്ന് ഇവരാരും നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാലൊന്നും ഒരിക്കലും സംസാരിക്കില്ല. ഇവര് വരുന്നതെല്ലാം ഫേക്ക് ഐ ഡി എന്നാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സമാധാനം. വ്യക്തിത്വം പോലും പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത ഒരാളാണ് ഫേക്ക് ഐ ഡി വന്നിട്ടാണ് ഈ ആദ്യകാലത്തൊക്കെ നമുക്കൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ എന്താ പണ്ട് നടിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ ഏതൊരു സ്ത്രീ എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ആ ലാലിനെ പിടിച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചോദ്യം ചെയ്ത് രണ്ടിടി കൊടുത്ത് കഴിഞ്ഞാൽ സത്യം പുറത്തു വരും. ആദ്യമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് അവരെ കൊന്നുകളയാൻ തോന്നും. ഇതിനെക്കുറിച്ച് അവര് വിവരമില്ലാതെ അവരെന്തൊക്കെ പറയുന്നത് അത് കേട്ടിട്ട് ദേഷ്യപ്പെടുത്താൻ എന്താ കാര്യം? ആർക്കും പറയാമല്ലോ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മളെല്ലാം പുതിയതായിട്ട് ഇൻഡസ്ട്രി വരുമ്പോ ഓൾറെഡി ഇൻഡസ്ട്രീനെ പറ്റി ഒരു പേടിയുണ്ട് എല്ലാവർക്കും. ഫാമിലിക്കാണെങ്കിലും സിനിമ ഇൻഡസ്ട്രി പെണ്ണുങ്ങൾക്ക് സേഫ് ആണോ? അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വരുമ്പോ ഫസ്റ്റ് പബ്ലിക് ഇവന്റിൽ തന്നെ ഇങ്ങനെ പറയുമ്പോ അത് ഭയങ്കര ഹേർട്ട്ഫുൾ മാത്രമല്ല, ബാക്കിയുള്ളവർ റൈറ്റ് ടാലന്റ് ഉള്ള പുതിയ കുട്ടികള് അവർക്കെല്ലാം ഒരു സെറ്റ് ബാക്ക് ആണ്. അവിടെ വന്നിട്ട് അവരുടെ ഒരു ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള പേടിയായിരിക്കും. ചിലപ്പോ ഫാമിലി അലോ ചെയ്യില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആർട്ടിനോട് തന്നെ ഒരു മോശം ഇത് തന്നെ പറയുന്നു. എന്താ ഫ്യൂച്ചർ പ്ലാനിങ്? ഹോപ്പ്ഫുള്ളി നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ട് ഇനി സിനിമയിൽ തുടരുന്നുണ്ട്. ഫോട്ടോകൾ കൊണ്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇതിന് ഓർമ്മയുണ്ടോ ശരിക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടി? അത് ഹിറ്റ്ലറിന്റെ ഷൂട്ടിങ് പൊള്ളാച്ചിയിൽ നടക്കുമ്പോ അത് ഇരുവറിന്റെ ഷൂട്ട്. അത് എനിക്ക് തോന്നുന്നത് അത് അവര് ഷൂട്ടിന് വേണ്ടിയിട്ട് പൊള്ളാച്ചിയിൽ വന്നതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കാര്യത്തിന് ലാല് അവിടെ വന്നപ്പോ ലൊക്കേഷനിലേക്ക് വന്നു. ഹിറ്റ്ലറിന്റെ ലൊക്കേഷനാണ് അത്, അവിടെ വെച്ചിട്ടെടുത്താണ്. ഇതിന്റെ ഓർമ്മകൾ പറയുമ്പോ ഈ പറഞ്ഞ തിരിച്ചറിയാത്ത വർഷങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോയത്. സാറേ ഈ ഒരു ടൈം എങ്ങനെയാ ശരിക്കും? അത് തന്നെ പ്രസക്തമല്ലെന്ന് അറിയാം. എന്നാലും അതൊരു ഓർക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമായിട്ട് അങ്ങനെ കിടക്കാം. അത് ഞാൻ ഇന്ന് കാലത്തും കൂടി എന്തോ കാര്യം വന്നപ്പോ പെട്ടെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു ഇല്ല അല്ലേ, അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സ്. ഞാനിപ്പോ അതിനുശേഷം ചിന്തിക്കേണ്ട ഒരുപാട് അനുസ്മരണ യോഗങ്ങളും കാര്യമില്ല. ഞാനൊന്നിനും പോയിട്ടില്ല. അവിടെ പോയി സംസാരിച്ചാൽ അത് ശരിയാവില്ല. കാരണം ഇപ്പൊ നമ്മുടെ ഇന്ന് സംസാരിക്കുന്ന പോലെ അങ്ങനെയുള്ളൊരു ജനങ്ങൾ ഇത്രയും പേര് അവരുടെ സ്നേഹവും കണ്ണുകളിലെ നനവൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയിലേക്ക്. അപ്പോഴും ഈ സോഷ്യൽ മീഡിയ അതിനെ കുറ്റം പറയും. എന്തായാലും എപ്പോഴും നമ്മുടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട സിനിമ പോരാട്ടനാണ് അതിന്റെ ബന്ധപ്പെട്ട് വന്നപ്പോഴും ഞങ്ങൾ അവരെല്ലാവരും ഇങ്ങനെ പറയുക ഉണ്ടായിരുന്ന കഥയാണ്. അപ്പോഴും നമ്മളിവിടെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്. സിനിമയിലുള്ള സാറിന്റെ യാത്രകൾ ഇനിയും തുടരും. ഇവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനിയും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 40 കൊല്ലം 50 കൊല്ലം നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. അമേരിക്കയിൽ നിന്നല്ല കേരളത്തിൽ നിന്ന് തന്നെ നല്ല സിനിമകൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളെ മലയാളികളുടെ അഭിമാനമായി മാറട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് സമയത്തിനുള്ള കുറെ കാര്യങ്ങൾ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി കാണാൻ പറ്റാം. താങ്ക് യു.